ഹായ്, എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റ് ക്യൂസിൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഉണ്ണിക്കുട്ടനൊരു കളിവീട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കളിവീടുകൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറമ്പിലൊക്കെ ആയിരുന്നു വീടുണ്ടാക്കിയിരുന്നത്. ഇപ്പം എല്ലാവരും ഫ്ലാറ്റിലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വീടുകളൊക്കെ സുലഭമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഷോപ്പിലൊക്കെ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങണം. അപ്പോൾ ഞാനതെന്തായാലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ഉണ്ണിക്കുട്ടനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അടിയിൽ നമ്മളൊരു കാർഡ്ബോർഡ് ഷീറ്റ് വെക്കണം, കാരണം അടിയിൽ ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പാകമാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് നോക്കാം. കാരണം വെച്ചാൽ അടിഭാഗം നല്ല ഫ്ലാറ്റ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ നല്ല സുഖത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊരു കാർഡ്ബോർഡ് ബോക്സ് നന്നായി ഫിറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വാതിലുകളും ജനലുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഡോറിൻ്റെ സൈസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇതുപോലെ കയറ് വെച്ചിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് രണ്ടറ്റത്തായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ ഒരു ബോക്സിന് ലെഫ്റ്റ് ഭാഗത്തായിട്ട് വേറൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതൊക്കെ വെച്ചിട്ട് കയറൊക്കെ വെച്ചിട്ട് അതുപോലെ ബാക്ക് സൈഡിൽ ഇങ്ങനെ രണ്ട് വിൻഡോ ഒക്കെ ഇട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആദ്യം ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ ഒന്ന് നടന്നിട്ട് പിന്നെ വേറൊരു ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ട് ടേപ്പ് ഒട്ടിച്ചിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ബോക്സിൻ്റെ മറ്റൊരു കട്ട് ചെയ്തെടുത്ത് ബാക്കി ഭാഗം കൊണ്ട് ഇതിന് മുകളിലൊരു മേൽക്കൂര പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് നല്ല സ്ലോപ്പാക്കിയിട്ടുള്ളതാക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് പോലെ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഈ നടന്നു പോയി അറ്റത്തെത്തുന്ന ഭാഗത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു പോലെ കട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക ഷേപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കുട്ടനെ ഞാൻ ബെഡിൽ നിന്ന് എടുത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നവിടുന്ന് എടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിക്കുട്ടനെ കയറാൻ വാതിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ണിക്കുട്ടൻ കയറിയിട്ട് ഇവിടെ നിന്ന് ജനലുണ്ട്, അവിടെ ഒരു ജനലുണ്ട്. ഇതിൽ കൂടെ പോയി ഇതിൽ കൂടെ പോയി ഇതിൽ കൂടെ പോയി ഇതിൽ കൂടെ വന്നിട്ട് കാർ ഇതിൽ കൂടെ ഇറക്കാം. പൊന്നപ്പൻ്റെ വണ്ടി ഇതാ റെഡി. 1 2 3. അടയ്ക്കാൻ പറ്റൂ. ഉണ്ണിക്കുട്ട ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്ക്. ഇങ്ങോട്ട് ഇതിക്കൂടെ വാ, ഇതിക്കൂടെ വാ, ഇങ്ങോട്ട് വാ. കുനിഞ്ഞു വരണോ? അയ്യോ, ഉണ്ണിക്കുട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബോക്സിൻ്റെ ഈ ഒരു അറ്റത്ത് കണ്ടോ ഇങ്ങനെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. പിന്നെ കയർ ഉപയോഗിച്ചിട്ട് ഞാനൊരു വേലി പോലെ ഇങ്ങനെ രണ്ട് വലിയ ബോക്സുകളെ നമ്മൾ കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ കുട്ടികൾക്കൊരു വേലി പോലെ ആവും ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഈ ഉണ്ണിക്കുട്ടനൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറിയ പോലെ കളിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, പല രൂപത്തിലാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ആക്കിയത്. പിന്നെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കുറവുണ്ട്. കുറച്ച് ഹൈറ്റുള്ള ബോക്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ കൂന്ന് പോകേണ്ടത് ഒരു അറ്റം തല ചെറുതായിട്ട് മുട്ടും. പക്ഷെ നിങ്ങൾ വലിയ ബോക്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. പിന്നെ ഞാൻ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ് കട്ട് ചെയ്ത ഭാഗങ്ങളിൽ അവിടെ കൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ വലിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാം കേട്ടോ. ഉണ്ണിക്കുട്ടൻ അത് ഇഷ്ടപ്പെട്ടു. അവനിപ്പോൾ സ്ഥിരം കളി ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ്. അവൻ്റെ വീട് പോലെ അവനത് വിചാരിച്ചിട്ടുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവർ വീടിൻ്റെ ഉള്ളിൽ കളിക്കണം. ഇപ്പോൾ മഴയൊക്കെ ആയെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലാവും ഭൂരിഭാഗം കളികളൊക്കെ, അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ഉള്ളിലുള്ള കളികളായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞിട്ട് ചെയ്യാം. ഇങ്ങനത്തെ പ്ലേ ഹൗസുകൾ നമുക്ക് കാശ് കൊടുത്തിട്ടൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ ബേബി ഷോപ്പിൽ പോയിട്ടൊക്കെ വാങ്ങാൻ പറ്റും. അതിനൊക്കെ നല്ല വില ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ കിട്ടുന്നു വരില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവരെ ചെയ്യാൻ, ആക്ടിവിറ്റികൾ ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ള അതിനനുസരിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് അത് കാണിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഓടി വന്നിട്ട് അച്ഛനെ വിളിച്ചു കൊണ്ട് കാണിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് അച്ഛനൊരു ഫോണിലായിരുന്നു. അത് ഭയങ്കരമായിട്ട് അവന് സങ്കടം. അച്ഛനെ ഒരുപാട് തവണ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഈ ഷൂ ഒക്കെ ഒന്ന് ഊരി വെച്ചിട്ട് പെട്ടെന്ന് വരാനൊക്കെ ഉള്ളത് കാണിക്കുകയാണ്. അവന് കണ്ട അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവന് അച്ഛാ വേഗം വായോ ഞാൻ കാണിച്ച് തരാമെന്ന് പറഞ്ഞ രീതിയിൽ നടക്കുകയാണ്. എന്നോട് കുറേ പരാതിയൊക്കെ പറഞ്ഞു, അച്ഛൻ വരുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവസാനം അച്ഛൻ വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലുതായിരിക്കും. നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണത്. ഉണ്ണിക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.